ഗായ്സ്, ഞാനിതേ എൻ്റെ കസിൻസിൻ്റെ, എൻ്റെ മമ്മിയുടെ കസിൻസിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ചുമ്മാ ഇറങ്ങിയപ്പോൾ വന്നതാ. ഞാൻ ട്രൈപോഡ് എടുത്തില്ല, പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ വന്നതാ. ഞങ്ങളിപ്പം ഇവിടെ എന്ത് രസം ഗൈസ്. ഇത് സ്ഥലം വരുന്നത്, ഈ സ്ഥലത്തിൻ്റെ പേരെന്നാ? കൊടുപ്പിനെ. ബട്ട് ചങ്ങനാശ്ശേരി ആലപ്പുഴയ്ക്കൊക്കെ സൈഡായിട്ട് വരും ഗൈസ്. അടിപൊളിയാണ് ഗൈസ്, എന്ത് രസം എന്നറിയോ. അമ്മോ ഹായ് പറ. അമ്മോ ഇത് അമ്മു, എൻ്റെ കസിൻ സിസ്റ്ററാണ്. ഭയങ്കര സുന്ദരിയാണ്. എടി നിന്റെ ഇൻസ്റ്റ ഐ ഡി പറ. എല്ലാവരും എല്ലാവരും ഫോളോ ചെയ്ത് കൊടുക്കണം കൊച്ചിൻ്റെ അക്കൗണ്ട്. ഇതാണ് ഗൈസ് സ്ഥലം വരുന്നത്. എന്ത് ഗൈസ്, എന്ത് ഭംഗിയാണ് നമുക്ക്, എന്ത് രസം. ബ്യൂട്ടി ഓഫ് നേച്ചർ. എല്ലാവരും ഇത് കണ്ട് ആസ്വദിക്കുക. അല്ല, നിങ്ങൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ്, നല്ലതാണ്. ആലപ്പുഴ വരുവാണെങ്കിൽ സൈഡിൽ കുട്ടനാട് ഏരിയ, കുട്ടനാട് അത്രേ ഉള്ളൂ പറയാൻ. ആണോ? അങ്ങനെ പറയാം. ഇതാണ് വിജി ചേച്ചി, അമ്മുവിന്റെ ചേച്ചിയാണ് ഗൈസ് ഇത്. ഹലോ പറ. ഹായ്. ഹലോ. ചേച്ചിയുടെ കൊച്ചാണ് ഇത്. രക്ഷയില്ല ഗൈസ്, ഭയങ്കര നൈസ്, അടിപൊളി. ഇത് വെള്ളമൊക്കെ ഉണ്ട്. അമ്മ വാ ഇങ്ങോട്ട്. ഗൈസ് അടിപൊളിയാണ്, നല്ല ഭംഗിയാണ് ഗൈസ്. ഓട്ടോ വന്ന് എന്നെ പിടിച്ചെടുക്കും. അമ്മേ പിടിച്ച് ഇല്ല, ഭംഗിയാണ് നോക്കടേ. എടാ മക്കളെ ഇത് കണ്ടോ, എടി എന്ത് രസം നോക്കിക്കേ. ഇതാണ് ഐശ്വര്യ, ഇതാണ് ഐശ്വര്യ. എൻ്റെ സിസ്റ്റേഴ്സ് ആണ്, എൻ്റെ അനിയത്തിമാരാണ്. പക്ഷെ കണ്ടാ ഞാൻ കൊച്ചാണ്. ഐശ്വര്യ ഇൻസ്റ്റാഗ്രാം ഒന്നുമില്ല ഗൈസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഐശ്വര്യയുടെ ഐശ്വര്യ ഭയങ്കര ക്യൂട്ടാണ്. കഴിക്കുന്ന പോലെയല്ല ഗൈസ്, ഐശ്വര്യ ഭയങ്കര സുന്ദരിയാണ് നേരിട്ട് കാണാൻ. നമ്മളൊക്കെ സൈഡിൽ നിൽക്കേണ്ട അവസ്ഥ വരും. എന്ത് രസമാണ്, നോക്ക് നോക്ക് മക്കളെ, നോക്ക് മക്കളെ, കണ്ടുള്ള നോക്ക്. അല്ല അവല് ചേച്ചി ഹായ് പറയേ. ഇപ്പം വാഴത്തോപ്പ് ഇപ്പൊ വീക്ക്നെസ് ആണ്. വാഴത്തോപ്പിൽ നിന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം, നല്ല ഭംഗിയാണ്. കുറച്ച് ഫോട്ടോസ് ഒക്കെ നൈസ് ആയിരിക്കും എടുക്കാൻ, അടിപൊളിയാണ്. വാവ്, എനിക്ക് ചാടാൻ തോന്നുന്നു, പക്ഷെ വെള്ളം ഒഴുക്കാണ്, വെള്ളം കൊള്ളൂല, ചേറ് വെള്ളമാണ്. നമ്മൾ ചീഞ്ഞളിഞ്ഞു കയറി വരേണ്ടി വരും. പക്ഷെ അടിപൊളിയാണ് ഇവിടെ, കിട്ടു സ്ഥലമാണ്. എനിക്കൊന്നും പറയാനില്ല. ഈ പിള്ളേരല്ല അലമ്പാണ് ഗൈസ്, വാ തുറന്ന് ചിലയോടെ ചില മാത്രമേ ഉള്ളൂ. ഭയങ്കര അലമ്പാണ്. നിങ്ങള് ചിരിക്കി എല്ലാവരും ഭയങ്കര ഇതാണ്. ഇതെല്ലാവരും കാണാൻ വേണ്ടി ഗൈസ്. പശുമ്പ പിന്നെ ഇതന്നാ അതിന്റെ സോറി, വേറെ എന്തെങ്കിലും. ഞാൻ ഇതിനകത്ത് കുറെ ആൾക്കാരുണ്ട്, ഇവിടെ കുറെ ആൾക്കാരുണ്ട്. ഞാൻ ട്രൈപോഡ് എടുത്തില്ല, അതുകൊണ്ടാണ് എനിക്കിത്. ഇതുണ്ടോ, ഇത് ഇവിടെ പെൺപിള്ളേരെ കണ്ടതിനെ പിടിച്ച് ഇവിടുത്തെ ചെറുക്കന്മാരെല്ലാരും ഭയങ്കര സ്കൂട്ടറിട്ട് കറക്കാം. കണ്ടോ, അടിപൊളിയാണ്, നല്ല രസമാണ്, അടിപൊളി ലുക്കാണ്. എന്റെയോ അടിപൊളിയാണ്. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ്, പ്രകൃതി ഭംഗിയൊക്കെ, അത് അടിപൊളി പ്രകൃതിയാണ് ഗൈസ്. എൻ്റെ അടുത്ത് മീനമ്മയില്ല, മീനമ്മ ജോലിക്ക് കയറി. അതുകൊണ്ട് ഇപ്പം ഞാൻ തന്നെത്താനാണ് യൂട്യൂബ് ചാനൽ ഹാൻഡിൽ ചെയ്യുന്നത്. മീനുവിന് അവിടെ ഭയങ്കര ബിസി, അവൾ രാത്രിയിലെ ഫോൺ എടുക്കാൻ പറ്റത്തുള്ളൂ. അവൾ വന്ന് നടന്നാൽ കയറി കിടന്നുറങ്ങും. പിന്നെ ചില ദിവസങ്ങളിൽ നൈറ്റ് ഷൂട്ടായിരിക്കും അവൾക്ക്. ഇന്ന് ഞാൻ ഷൂട്ടില്ലായിരുന്നു, ഇന്നലെ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത്രയും നല്ല ലൊക്കേഷൻ ഉണ്ടായിട്ടാണ് കർത്താവ് ഞാൻ വേറെ സ്ഥലത്തൊക്കെ തേടിപ്പോകുന്നത്. അടിപൊളിയാണ്, അടിപൊളി സ്ഥലമാണ്, നിറച്ചും ചെള്ള ഇതൊക്കെയാണ്. പക്ഷെ അടിപൊളിയാണ് കാണാൻ. ഇതെല്ലാം എൻ്റെ കസിൻസാണ് ഗൈസ്, എൻ്റെ മമ്മിയുടെ ഫാമിലിയാണ്. അവിടെ കസിൻ്റെ ആദൂർബാനയ്ക്ക് വേണ്ടി വന്നതാണ്. ബട്ട് അടിപൊളിയാണ്. ചെള്ളയായതുകൊണ്ട് എൻ്റെ ഷൂ മിക്കാറും ചെളിയാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കുറുക്കുവഴി കയറി പോകാം. ഓക്കെ, യു നോ ദാറ്റ്. ബട്ട് അടിപൊളി സ്ഥലമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി ലൊക്കേഷനാണ്. ഇത് ഞാൻ അന്ന്
എൻ്റെ ഫസ്റ്റ് ബ്ലോഗ് നോക്കിയാൽ മനസ്സിലാവും. ആദ്യം ഒരു ബ്ലോഗ് ഇട്ടിട്ടുള്ളൂ, അതിനകത്ത് കാണാൻ മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആറും വയമ്പും തോടും എന്ന് പറയുന്നൊരു സ്ഥാനമില്ലേ, അതുപോലൊരു ഐറ്റാണ് ഇവിടെ കാണുന്നത്. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര നാച്ചുറൽ ഫീൽ, നല്ല സ്ഥലം. ഞങ്ങളിപ്പോൾ പോകുന്നത് ഇതുപോലെ ഒരു എന്തോ ഒരു വലിയൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു കനാൽ. അവർ ബാക്കിലെപ്പോഴും, അല്ലെങ്കിൽ ഞാൻ അവരുടെ വെച്ച് ചോദിച്ചിട്ട് പറയായിരുന്നു. എനിക്കറിയത്തില്ല, ഞാൻ ഇവരോട് പോകുന്നു, സ്ഥലം കണ്ടുകൊണ്ടിരിക്കുന്നു, പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നു. ഇവിടെ എല്ലാം നല്ല ചള്ളയാണ്. ഈ മഴ പെയ്തിട്ട് ഇങ്ങനെ ഇതായിരുന്നു. അതുകൊണ്ട് ഇത് ഭയങ്കര ഹിഡൻ പ്ലേസ്. വെള്ളം അടിക്കാനുള്ള ടീംസിനൊക്കെ വന്ന് ഇവിടെ വെള്ളം അടിക്കാം, നല്ല പറ്റിയ സ്ഥലമാണ്. ഞാൻ ലൊക്കേഷൻ്റെ പേര് വേണമെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാം. ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഞാൻ എൻഡിങ്ങിൻ്റെ അവിടെ കൊടുത്തേക്കാം. ഇത് ഭയങ്കര ഭംഗിയായിട്ടില്ലേ? എനിക്കറിയാം ഞാൻ ഭയങ്കര ലുക്കാണ്. നിങ്ങൾ ഇതാരും കമൻറ്റ് ബോക്സിൽ ഇട്ടെന്ന് എനിക്ക് വാട്ടുമെന്നറിയാം, എന്നെ ഇട്ട് ഇതാക്കുമെന്നറിയാം. ബട്ട് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി നേച്ചർ. എന്ത് രസമെന്നറിയാം. ഇപ്പോൾ വാഴയാണ് മെയിൻ സംഭവം. ഫോട്ടോസ് എന്തോരം വാഴ ഫോട്ടോസാണ് നിൽക്കുന്നത്. വാഴയിൽ ഇപ്പോൾ ട്രെൻഡ് അടിഞ്ഞ് ഒരു ഫോട്ടോ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ ആൾക്കാരുടെ ക്രിയേറ്റീവ്സൊക്കെ മൈൻഡൊക്കെ, ഞാനൊക്കെ എന്ത് തലം കുത്തി മറിഞ്ഞ് ആലോചിച്ചാലും ഒരു സാധനം കിട്ടത്തില്ല. അത് നിനക്കറിയോ? അവിടെ പറയാം ബ്യൂട്ടിഫുൾ. ഇത് കണ്ടു, അടിപൊളിയാണ്. ഒരു വെള്ളം മീൻസ് ആ ചെറിയ ബോട്ടിനതല്ലേ പറയുന്നത്, അതുണ്ടെങ്കിൽ അതിൻ്റെ നടുക്കൊക്കെ പോയി നിന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കണം, നല്ല രസമാണ്, അടിപൊളി. അല്ലെങ്കിൽ ആലപ്പുഴ കാണാൻ അടിപൊളിയാണ്, ഭംഗിയല്ലേ, അടിപൊളിയാണ്. ഞാൻ ചങ്ങനാശ്ശേരിക്കാരിയാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് കുറച്ച് പോയാൽ മതി ആലപ്പുഴയിലോട്ട്, ഒത്തിരി ദൂരവും ഇല്ല, കുറച്ച് നേരം ദൂരമേ ഉള്ളൂ. ബാക്കി നമുക്ക് അവിടെ ചിന്തിക്കാം. ബ്യൂട്ടിഫുൾ, ഭയങ്കര ഭംഗിയാണ് ഗൈസ്, ഭയങ്കര രസമാണ്. മോനെ സൺസെറ്റ് ഒക്കെ കാണാൻ അടിപൊളിയായിരിക്കും. അടിപൊളിയായ ലൊക്കേഷനാണ്, ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ഇന്ന് ഞങ്ങൾക്ക് എറണാകുളത്തായിരുന്നു പോലെ, പിന്നെ ഞാനാണ് മഴക്കാറുണ്ട് നല്ലത്. ആണോ? സാരില്ല, പക്ഷെ കാണാം. ലവ്ലി ചേച്ചിയുടെ ഹസ്ബൻഡാണ് പോയത്. താണ്ടത് ഇത് കുറച്ച് മുന്നേ കാണിച്ചില്ലേ, ഹായ് പറയിപ്പിച്ച് ഒക്കെയാണ്. എൻ്റെ കസിൻസിന് എല്ലാവരും പയ്യെ കാണിച്ചിരും ഗൈസ്. എൻ്റെ എല്ലാ ഇൻട്രൊഡ്യൂസ് മൊത്തത്തോടെ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഇനി അങ്ങോട്ട് പോകുന്നിടത്ത് ഇതിനകത്ത് എൻ്റെ വ്ളോഗ്സ് മാത്രം കാണത്തുള്ളൂ, ഇതിനകത്ത് ഇന്ന് കാണത്തില്ല. അവൾ പ്രത്യേകം എടുത്ത് പറയാൻ പറഞ്ഞു. അടിപൊളി. ഇവിടെ താമരയൊക്കെ വിരിഞ്ഞിക്കത്തില്ല ആയിക്കോ, മറ്റേ താമരയുടെ സീസൺ വരും. ആമ്പൽ, അത് തന്നെ, ആമ്പൽ പൂത്ത്. തിരിച്ചു പോയേക്കാം. ഇതുണ്ടോ വെള്ളം, ബോട്ടിനകത്ത് വെള്ളം കയറി ആക്കിയത് പോയി. സത്യം, തേങ്ങ എങ്ങാനും തലേ വീണ്. മഴ പെയ്യാൻ തുടങ്ങി. വിട്ടേക്കാൻ കഴിയും ചെയ്യാനാ. നമ്മളെവിടെ പരിപാടി അടുപ്പിച്ചാലും, ഞാൻ എവിടെ പരിപാടി അടുപ്പിച്ചാലും എല്ലായിടത്തും എന്തെങ്കിലും നഷ്ടങ്ങളും കാണും. അതങ്ങനെ വരത്തുള്ളൂ. നല്ല മഴ വരുന്നുണ്ട്, നല്ല ഇട്ടിച്ചൂത്തി മഴ പെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് മഴയത്ത് നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസ് എടുക്കും. എനിക്ക് വയ്യ, ഭയങ്കര രസമായിരിക്കും, ഭയങ്കര രസമുണ്ട്. ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാണ്. ഞാൻ എൻ്റെ ട്രൈപോഡ് എടുത്തില്ല, തേങ്ങാക്കുലകളാടുന്നു. ഞാൻ ട്രൈപോഡ് എടുത്തില്ല, അല്ലെങ്കിൽ എനിക്ക് മൊത്തത്തോടെ കൈയില്ല, പൊക്കാൻ പറ്റും. എടാ ഞാൻ ഇവിടെ ഉണ്ട്. ഞങ്ങൾ തിരിച്ചെത്തി. അവളമാര് നിങ്ങൾ ഇവിടെ തിരിച്ചു വന്നു. ഇത് വിജിച്ചിട്ട് കൊച്ചാണ്.
നവ്യ 777. അടിപൊളിയാണ്, എന്ത് പൊളിയാണ് ഗായ്സ്, രക്ഷയില്ല. ഗായ്സ് നിങ്ങൾ എല്ലാരും ഹായ് പറയൂ. എല്ലാരും കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളിയാ, ഭയങ്കര മഴക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എവിടെ പരിപാടി അടുപ്പിച്ചാലും ഇങ്ങനെ വരെയും പോത്തുള്ളൂ. ഇനി ഞാൻ ഇതെന്ന് എഡിറ്റ് ചെയ്തിടാനാന്ന് നിർത്തത്, ദൈവത്തിന് അറിയാം. എനിക്ക് കുറേ എഡിറ്റ് ചെയ്യാൻ കിടക്കുന്നത്. എല്ലായിടത്തും പോകുമ്പോൾ വീഡിയോ എടുക്കും. ഹായ് വഴുത്തുപ്പിൽ നിന്നൊരു ഫോട്ടോ എടുക്കട്ടെ. അപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇവിടുന്ന് നേരെ വീട്ടിലോട്ട്. അവിടുന്ന് ചെന്ന് നേരെ കുറച്ച് നേരം അവിടുത്തെ കത്തിയടിയും എല്ലാം കാണിച്ചു തരാം. അടിപൊളിയാണ്. സ്പ്രൈറ്റ് കുടിച്ചു, അതിൻ്റെയാണ് എന്തൊക്കെയോ ഇഷ്ടം. ഗാഡി പിള്ളേരെ ഇങ്ങോട്ട് വാടി. ചന്തമേരി ആകാൻ പോവാ. ഞാൻ കണ്ടോണം. ഞാൻ ഇനി അങ്ങ് ചന്തമേരി തെരുക്കുരിപ്പ് ഓടി വരുന്നൊരു കുത്ത് ഓടി വരുന്നുണ്ട്. അവിടെ ഓടിപ്പോവാ. ഹൈ നല്ല കാറ്റ്. ഹൈ വാ. കൊള്ളാം നല്ല കാറ്റ. അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ മുടിയെല്ലാം കാറ്റത്ത് മുടി അയച്ചിടുന്നത് നല്ലതാണ്. സുന്ദരിയാന്നാ. ഇനി അങ്ങോട്ട് ലൈറ്റ് ഔട്ട് ആയി പോകും. നമുക്ക് ഞാൻ രാവിലെ സ്വന്തം കൈ വെച്ച് ഞാൻ മെത്തേഡ് ചെയ്താണ് വന്നത്. സ്വന്തം കൈ കൊണ്ട് വേറെ ഇറങ്ങിയില്ല. സ്ട്രെയിറ്റ്നർ ഒന്നും യൂസ് ചെയ്തില്ല, കേളറൊന്നും യൂസ് ചെയ്തില്ല. ഞാൻ ചേച്ചി എല്ലാവരും ഉണ്ട്. മമ്മി ഹൈ പറയൂ. ഇതാണ് പേര് വെച്ച് പല്ലേ കുത്തിക്കൊണ്ടിരിക്കും. ചിക്കൻ കഴിച്ചിട്ട് പല്ലേ കുത്തിക്കൊണ്ടിരിക്കും. അല്ല മാങ്ങ. അയ്യോ മാങ്ങ പറിക്കാൻ പോകുന്നതിന്റെ കൂത്തൊക്കെ കണ്ടായിരുന്നു. ഇതാണ് വേൾഡ് സ്റ്റാർ അച്ചാമ്മ പറയും. അമ്മൂന്റെ അമ്മ, അമ്മൂന്റെ വിജി ചേച്ചിയുടെ അമ്മയാണിത്. ഇത് കണ്ടോ, ഇവിടെ എല്ലാവരും ഭയങ്കര പന്തല്. നിങ്ങളൊന്നും വിചാരിക്കണ്ട, എന്റെ കല്യാണം ഒന്നുമല്ല. കല്യാണം ആകുമ്പോ ഞാൻ പറയാം, അറിയിക്കാം. ഇതാണ് ഐശുവിന്റെ അമ്മ. അതിട് നിങ്ങൾ ഇനി എനിക്ക് കമന്റ്. ഇനി പിള്ളേരെല്ലാം ഫാൻസ് ആയിരിക്കും. എന്റെ ഡാഡി ജോമോൻ ചേട്ടോ ഹായ് പറയൂ. നീ വാ. ഹായ് പറയൂ. ഹായ്. എല്ലാരും കിളി പോയിരിക്കുകയാണ്. മൈൻഡ് ചെയ്യണ്ട. നമ്മുടെ മോന്ത കണ്ടോ, മമ്മി ആകെ ചിരിക്കുന്നത്. നിങ്ങൾ ചോദിക്കും ചിരിക്കുന്ന ആകെ ഇവിടെ വരുമ്പോ മാത്രം ചിരിക്കത്തുള്ളൂ. ഇതുകൊണ്ടോ അടി കാണുക. നിങ്ങൾ നോക്ക്, ഇവിടെ കലകാണ്, കുടുംബത്തിന്റെ അടിയാണ് ഇവിടെ. ഇത് രണ്ട് നേരെ നിന്ന് കഴിഞ്ഞ അടിയാണ്. കണ്ടോ നിങ്ങൾ കൃത്യമായിട്ട് പറയാതെ. നമ്മളിപ്പോ വീട്ടിലെത്തി. ഞാൻ വന്ന ഉടനെ ഡ്രസ്സൊക്കെ മാറി. ഞാൻ ചത്തു. രാവിലെ ഇറങ്ങിയതാ ഇവിടുന്ന്. മടുത്തു. ഞാൻ ശരിക്കും മടുത്തു. ഇനി വൈകുന്നേരം എനിക്ക് സിനിമ കാണാൻ പോകണം. ഞാൻ വേണമെങ്കിൽ അതും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഇന്നത്തെ ചെറിയൊരു വ്ളോഗാണ്. വലുതായിട്ടൊന്നുമില്ല സംഭവം. ചെറിയൊരു ഫാമിലി, ഒരു എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയൊന്നുമില്ല. ചുമ്മാ എടുത്തന്നേ ഉള്ളൂ. അപ്പം വന്ന ഉടനെ ഡ്രസ്സ് മാറി. ഞാൻ എൻ്റെ കംഫർട്ടായിട്ടുള്ള ഞാൻ ഒരു നിക്കറും ഒരു ബനിയനും എടുത്തിട്ട് വന്ന ഉടനെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഓടി വന്നു, ഡ്രസ്സും മാറി. ഭയങ്കരമായിട്ട് ടയേർഡായി. എനിക്ക് കാറിൽ AC ഇട്ട് പോകുന്നതേ എനിക്ക് പറ്റത്തില്ല. എനിക്ക് തലവേദന എടുക്കും. അതുകൊണ്ട് ഞാൻ കാറിനകത്ത് നിന്ന് കുറേ ബിറ്റൊക്കെ എടുക്കണമെന്ന് എനിക്ക് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അവരെല്ലാവരും പോയി. നല്ല രസമായിരുന്നു. ഞാൻ നോക്കട്ടെ ഉണ്ടോയെന്ന്. കാരണം മഴ പെയ്ത് കഴിഞ്ഞ് വന്ന ഉടനെ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. ചാർജ് തീർന്നു, ഓഫായിപ്പോയി. ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാ ചെയ്യാൻ. ഇന്നലെ രാത്രിയിൽ ഞാൻ ഫോൺ കുത്തിയിടണമെന്ന് വെച്ചാൽ, രാവിലെ ഞാൻ കുത്തിയിടണമെന്ന് വെച്ചാൽ, പക്ഷെ തിരക്കായിരുന്നു, ഒന്നും പറ്റിയില്ല. വൈകിട്ട് ഞാൻ സിനിമ കാണാൻ പോകുന്നതിൻ്റെയൊക്കെ ചെറുതായിട്ട് ഞാൻ ഇടാം. അതും കൂടെ വേണം ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പം ഓക്കെ, ഞാൻ അത് ഇടാൻ പറ്റുമെങ്കിൽ നോക്കാം. ഇല്ലെങ്കിൽ അത് ഞാൻ ചെറുതായിട്ട് ഷോർട്ട്സ് ആയിട്ട് മാത്രം സെപ്പറേറ്റ് വേണമെങ്കിൽ ഇടാൻ പറ്റുമെന്ന് നോക്കട്ടെ. എന്തായാലും ഞാൻ എല്ലാം കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ വേണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ബെല്ലൈക്കിൽ ഇടുക, ലൈക്ക് അടിക്കുക, എല്ലാം ചെയ്യുക.